വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അനാമിക വിഷ്ണു ടോപ്പിക്. അപ്പം ഈ ഒരു സാരി കൊടുത്തേക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു. മൂന്നാറാട്ടോളെ ഉണ്ണിമോളെ കൊണ്ട് പളനിയിൽ മുട്ടയടിക്കാൻ പോയതാണ്. ഞങ്ങൾ ബസ്സിലായിട്ടാണ് പോയത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ടിക്കറ്റ് ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10:30 ബസ്സാണ് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഉണ്ണിമോൾ ഡൈപ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് ചേഞ്ച് ചെയ്യണം. നമുക്ക് അമ്മമാർക്ക് അറിയാം കുഞ്ഞുങ്ങളുള്ളതിന്റെ ബുദ്ധിമുട്ടും അവർക്ക് ഡൈപ്പർ നിറഞ്ഞ് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ അവർക്കുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അമ്മമാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ണിനെ ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി റേറ്റ് ചോദിച്ചു. 3-3.5 മണിക്കൂറത്തേക്ക് അവർ പറഞ്ഞത് 1500 രൂപയാണ്. ഇത് കണ്ടോ, ഒരു AC ബസ്സാണ്. AC ബസ് എന്നല്ല, ഒരു KSRTC പഴയ KSRTC ബസ് അവരൊരു റൂം പോലെ ആക്കിയിരിക്കുകയാണ്. അതിൽ AC ഉൾപ്പെടെ ഉണ്ട്. വെറും 220 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഈ ഒരു ഒരാൾക്ക് വെറും 220 രൂപയുള്ളൂ. ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഗണേഷ് കുമാർ സാറിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഞാൻ കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ എടുത്തപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്തപ്പോഴും ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതിൻ്റെ പേരിൽ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയതല്ല. അപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ടാണ് അപ്ലോഡ് ചെയ്തത്, ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഒത്തിരി നല്ല നല്ല കമൻറ്റുകളും ഉണ്ടായിരുന്നു, കുറേ ചീത്ത കമൻറ്റുകളും ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു, ഇപ്പം അറിയാൻ പറ്റിയതിൽ സന്തോഷം, ഇനി അവിടെ പോകുമ്പോൾ എന്തായാലും അവിടെ കയറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിലുപരി ഒത്തിരി ചീത്ത കമൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ മെയിനായിട്ട് ഒത്തിരി പേര് പറഞ്ഞ കാര്യമാണ് PRA വർക്കെന്ന്. അപ്പം ഇലക്ഷൻ അടുത്തിരിക്കുവാണ്, അപ്പം ഞാൻ PRA വർക്ക് ചെയ്യുവാണ്, ഗണേഷ് കുമാർ സാറിന് വേണ്ടി PRA വർക്ക് ചെയ്യുവാണെന്നും പറഞ്ഞിട്ട് ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇലക്ഷൻ ആണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അതൊന്ന്. രണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു പാർട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഞാനൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പം എനിക്ക് വോട്ട് പോലും ഇല്ല. അങ്ങനെയുള്ള ഞാൻ ഒരു പാർട്ടിക്ക് വേണ്ടി PRA വർക്ക് ചെയ്യത്തില്ല. എനിക്ക് PRA വർക്ക് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. എനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യം, കാരണം പെട്ടെന്ന് ഞങ്ങൾ മൂന്നാറിലേക്ക് ട്രിപ്പ് പോയതോ ഒന്നും അല്ലായിരുന്നു. ഉണ്ണിമോളെ മുട്ടയടിക്കാൻ പോയപ്പോഴാണ് നമുക്ക് ബസ് ലേറ്റായി. ആ ടിക്കറ്റ് ഫുള്ളായപ്പോൾ അടുത്ത ബസ് നമുക്ക് 10:30 അതുകൊണ്ടാണ് നമ്മളവിടെ റൂമിന് ഡ്രസ്സ് മാറാനും അവളെ ഡയപ്പർ ചേഞ്ചിനൊക്കെ വേണ്ടി നമ്മളവിടെ റൂം തിരക്കായിരുന്നു. അപ്പോൾ റേറ്റ് ഒത്തിരി ആയതുകൊണ്ടാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നപ്പോഴാണ് ഈ ഒരു കാര്യം അറിയുന്നത്. അപ്പം അങ്ങനെ അറിഞ്ഞപ്പം അതെനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ. കാരണം ഇങ്ങനെ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല, അതിങ്ങനൊരു സംഗതി ഉണ്ടെന്നേ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കണ്ടു, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വീട് പോലെ, ഒരു റൂം പോലെ ഉള്ള KSRTC ബസ്, പഴയ ബസ്സിൽ ഇങ്ങനെ സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അത് മാത്രമല്ല എനിക്കത് നല്ല യൂസ്ഫുള്ളായിരുന്നു. കാരണം കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു, അവളുടെ ഡൈപ്പർ നിറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡൈപ്പർ ചേഞ്ച് ചെയ്തതിൽ പെട്ടെന്ന് റാഷസും കാര്യങ്ങളൊക്കെ വരും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു യൂസ്ഫുൾ കാര്യം എനിക്കുണ്ടായി. അപ്പോൾ അത് അറിഞ്ഞൂടാത്ത, എന്നെപ്പോലെ തന്നെ അറിഞ്ഞൂടാത്ത കുറേ പേര് കാണും. കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, കുറച്ചല്ല ഒത്തിരി അധികം പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും അറിഞ്ഞൂടാത്ത ഒത്തിരി ഫാമിലീസ് ഉണ്ട്. അപ്പം അവർക്കൂടെ ഒരു ഹെൽപ്പ് ആവട്ടെ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നോർത്ത് ബുദ്ധിമുട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. അതും ആ ഒരു വീഡിയോ ഞാൻ വ്ളോഗായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും അല്ല ചെയ്തത്, ചെറിയൊരു ഷോർട്ടായിട്ടാണ് ഞാൻ എടുത്തത്, ഷോർട്ട് വീഡിയോ ആയിരുന്നത്. അപ്പം അത് അപ്ലോഡ് ചെയ്യുന്ന ആ സമയം വരെ ഞാൻ വിചാരിച്ചില്ല ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ റിയാക്ഷൻ ചെയ്യേണ്ടി വരുമെന്ന്. അതിൽ കുറേ പേര് എത്രത്തോളം തരം താഴാൻ പറ്റും അത്രത്തോളം താഴ്ന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്നെ ചീത്ത വരെ വിളിച്ച വ്യക്തികളുണ്ട്. ഞാൻ ആ കമൻറ്റുകൾ ഈ സൈഡിൽ കൊടുത്തേക്കാം. എന്നെ ആ പറഞ്ഞ വേർഡും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. ഇത്രയും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആരുടെയും PRO വർക്ക് എടുത്ത് ചെയ്തതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് വോട്ട് പോലും ഇല്ല. അപ്പം ഞാൻ ഒരു പാർട്ടിയിലും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. വ്യക്തിപരമായിട്ട് അതിൽ നിന്നൊരു ലാഭം കിട്ടിയിട്ടുമല്ല ഞാൻ ആ വീഡിയോ ചെയ്തത്. എനിക്ക് സഹായപ്രദമായി വന്നൊരു കാര്യം ഞാനത് ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്തു. അത് നമ്മളെപ്പോലെ സാധാരണപ്പെട്ടവർക്ക് ഒരു ഉപയോഗം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു PRO വർക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പം എനിക്ക് ഇതുവരെ പാർട്ടിയിലോ അല്ലെങ്കിൽ വേറെയുള്ളിടത്തോ പോയി PRO വർക്ക് ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ ചെയ്തത് PRO വർക്കും അല്ല, എനിക്ക് യൂസ്ഫുള്ളായ ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് യൂസ്ഫുള്ളായ ഒരു കാര്യമാണ് ഞാൻ ബാക്കി നമ്മളെപ്പോലെ പാവപ്പെട്ട എന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ് ഫാമിലി, ആരോ എന്ത് ഫാമിലിയോ ആവട്ടെ അതിൽ ഉപയോഗം ആയാലോ എന്ന് വെച്ച് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗണേഷ് കുമാർ സാറിന് അറിഞ്ഞൂടാത്തോണ്ടാണ്, നിനക്ക് പണി കിട്ടാതെ നോക്കിക്കോ, സരിത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയൊക്കെ കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സരിത ന്യൂ വെർഷൻ എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗണേഷ് കുമാർ സാറിന്റെ പാസ്റ്റിനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല, സാറിന്റെ പാസ്റ്റിനെ പറ്റി എനിക്ക് പോവേണ്ട ആവശ്യമില്ല. സാർ ഇപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാര്യമുള്ളത്. നിങ്ങൾ ഏത് പാർട്ടിക്കാരോ ആവട്ടെ, നമുക്ക് ജനങ്ങൾക്ക് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു വ്യക്തി നമുക്ക് എന്ത് ചെയ്തു തരുന്നു എന്നതിലാണ് കാര്യം. അല്ലാതെ ആ ഒരു വ്യക്തി പണ്ടിങ്ങനെ ആയിരുന്നു എന്നതിലല്ല കാര്യം. എന്നെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്.
ഇപ്പൊ ആ വ്യക്തി എങ്ങനെ നിൽക്കുന്നു, ആ വ്യക്തി എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നേരത്തെ ആ വ്യക്തി എങ്ങനെ ആയിരുന്നു അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങനെ ഒരു എന്തെങ്കിലും സാറിന് സാറിന് എന്തെങ്കിലും പാസ്റ്റിൽ അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് തിരക്കി പോവേണ്ടോ, അല്ലെങ്കിൽ സാർ അങ്ങനെ ഒരാളാണ് അതുകൊണ്ട് സാറിന് നല്ലൊരു കാര്യം പബ്ലിഷ് ചെയ്തുകൂടാ, അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. സാർ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, സാർ ഇപ്പൊ ചെയ്തത് ഒരു ഗുണമുള്ള കാര്യമാണ്, അത് എനിക്ക് യൂസ്ഫുൾ ആയി, എന്നെ പോലെ തന്നെ ഒത്തിരി പേർക്ക് അത് യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സാറിന് എന്തെങ്കിലും ഒരു മോശ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും സാർ ഈ പ്രസന്റിൽ എന്ത് ചെയ്യുന്നു, ഈ പ്രസന്റിൽ സാറിന് അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മളെ പോലെയുള്ള ഓരോ വ്യക്തികളും സാറിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടാണ് സാർ ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നമ്മൾ ജനങ്ങൾ തന്നെയാണ് സാറിനെ ജയിപ്പിച്ചത്. അപ്പം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി സാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് സാർ ഇന്നത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എനിക്ക് യൂസ്ഫുൾ ആയ കാര്യം ബാക്കിയുള്ളവർക്ക് കൂടെ യൂസ്ഫുൾ ആവണം എന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. അത് സാറാണ് ചെയ്തത്. അത് പ്രത്യേകിച്ച് സാറ് പത്തനാപുരക്കാരനായതുകൊണ്ട് എനിക്ക് അതിൽ ഒത്തിരി സാറിനോട് റെസ്പെക്ട് ഉണ്ട്. അത് ഞാനിനി എന്തൊക്കെ വന്ന് പറഞ്ഞ് PR വർക്ക് ആണെന്ന് പറഞ്ഞാലും സാർ ആ ഒരു ചെയ്ത കാര്യത്തിൽ എനിക്ക് സാറിനോട് ഒത്തിരി റെസ്പെക്ട് ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് അത് ഭയങ്കര ഉപകാരമായി. അതേപോലെ തന്നെ ഒത്തിരി ഫാമിലീസിന് അത് ഉപകാരം ആവട്ടെ. അപ്പൊ സാർ അത് ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് എനിക്കത് സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി പേര് അറിയിക്കണമെന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന്. അത് എന്നിൽ കൂടെ എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് അറിഞ്ഞൂടാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനത് കാണുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു. അതും ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴാണ്, ഇതേപോലെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം. സ്ഥാപനത്തിലൊക്കെ നിന്നുകൊണ്ടും പുറത്തോട്ടുള്ള കാര്യങ്ങൾ, സൊസൈറ്റി ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാരണം. അതും പത്തനാപുരക്കാരനായ ഗണേഷ് കുമാർ സാറാണെന്ന് അറിഞ്ഞപ്പം ഒത്തിരി സന്തോഷം തോന്നി. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ പത്തനാപുരക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് സാറിനെ വിജയിപ്പിച്ചത്. അപ്പൊ പത്തനാപുരത്ത് സാറ് ഭരിക്കുന്നെങ്കിൽ, പത്തനാപുരം നല്ല എല്ലായിടത്തും സാറ് ഭരിക്കുന്നുണ്ടെങ്കിൽ പണ്ട് മുതൽ സാറ് നിന്ന് ആ സമയം മുതൽ ഇന്ന് വരെ സാർ ഇവിടെ വിജയിച്ചിട്ടേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നുണ്ട്, വീണ്ടും വീണ്ടും സാറിന് വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാറ് പത്തനാപുരത്ത് അത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ്. അത് മാത്രമല്ല, ഈ PR വർക്ക് എന്ന് പറഞ്ഞ ഈ കമന്റ് ഇടുന്നതുകൊണ്ട് എനിക്ക് ഇത് മെയിനായിട്ട് പറയാനുള്ള കാര്യം ഇതാണ്. സാറ് നിന്ന് അന്ന് മുതൽ ഇന്ന് വരെ സാറ് ജയിച്ചിട്ടുണ്ട്. അപ്പം സാറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടും സാറിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടുമാണ് സാറിന് പിന്നെയും വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുന്നത്. ഈ PR വർക്ക് എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നതുകൊണ്ട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം ഇതാട്ടോ. അപ്പം ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ ചെയ്യുന്നുണ്ട്, ഒരു മന്ത്രി വിജയിപ്പിച്ച ആ മന്ത്രി നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ജനങ്ങൾ അത് പിന്നെയും വിജയിപ്പിച്ചുകൊണ്ട് വരുന്നത്. സാറ് നിന്നിട്ട് സാർ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് പത്തനാപുരക്കാരെ വോട്ട് മൊത്തം സാറിന് കിട്ടുന്നത്. ഞാനിപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, ഞാൻ ഒരു പാർട്ടീനെ വശം പിടിച്ച് പറയുന്നതല്ല. സാർ ചെയ്ത കാര്യങ്ങൾ ഇത്രത്തോളം നെഗറ്റീവ് കമന്റ് വന്നുകൊണ്ടും കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. സാർ ഇത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സാർ ഇന്ന് ഇവിടെ ഭരിക്കുന്നത്. ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. KSRTCയിൽ 1 ലാഭം വന്നിട്ട് ഇതേപോലെ സ്റ്റാഫുകളെ ആദരിക്കുന്നതായിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവർ സാറുമായിട്ട് ഒത്തുപോയി എന്ന് വെച്ചാൽ സാറുമായിട്ട് സഹകരിച്ച് ഒരു വലിയ ലാഭം അവിടെ വന്നുകൊണ്ടാണ് സാറ്. അപ്പം ആ ഒരു ലാഭം സാറിന് കിട്ടി. സാറിന് വേണമെങ്കിൽ അവരെ ആദരിക്കേണ്ട, അവരെ വഴിക്ക് വിടാം. പക്ഷെ സാർ എന്താ ചെയ്തേ, സാറിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചവർക്ക് സാർ ഒരു അംഗീകാരം കൊടുത്തു. അപ്പൊ അതൊക്കെ ഒരു വലിയ മനസ്സാണ്. എത്രയൊക്കെ ഇനി സാറിന് പാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും സാർ ഇപ്പൊ പ്രസന്റ് സാർ എന്താ ചെയ്യുന്നത്, സാർ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് ചൂണ്ടിക്കാണിച്ചതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. അതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് ഉപകാരമായതുപോലെ അത് മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിന് ഈ PR വർക്ക് എന്ന് പറഞ്ഞ് വരുന്നവർ വേറെ പാർട്ടിയിൽ PR വർക്ക് ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ PR വർക്കിനെ പറ്റി പറയുന്നത് ഇത്രയും വ്യക്തമായിട്ട്. ഞാനങ്ങനെ ഒരു വ്യക്തിയല്ല, എനിക്ക് PR വർക്ക് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതും പുറത്തെടുത്ത ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള വിശേഷങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളുമാണ് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ എനിക്കുണ്ടായ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തത്. അപ്പം ഈ നെഗറ്റീവ് പറഞ്ഞവരെല്ലാം വേറുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് എല്ലാവരെയും പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം സാറ് നല്ലത് ഗണേഷ് കുമാർ സാറ് നല്ലത് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും പത്തനാപുരക്കാരാവട്ടെ ആരും ആവട്ടെ സാറിനെ പിന്തുണയ്ക്കുന്നതും സാറിന് ഇപ്പോഴും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതും. അതുകൊണ്ടാണ് സാറ് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നുണ്ടെങ്കിൽ സാർ അതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ഗുണവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും സാറ് ജയിക്കുന്നത്. അത് ഈ നെഗറ്റീവ് ഇടുന്നവരൊന്ന് ആലോചിച്ചു. അല്ലാതെ സാറിൻ്റെ കുറ്റവും കുറവും മാത്രം കണ്ടുപിടിക്കേണ്ട. പിന്നെ പാർട്ടി ബേസ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടികൾ തമ്മിൽ വാക്ക് തർക്കങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ച് ഞാൻ ജനങ്ങളെ പക്ഷത്ത് നിന്നാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തതും. അത് ബാക്കിയുള്ള സാധാരണപ്പെട്ട ഫാമിലിക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ. ഇങ്ങനെ ഒരു സ്ഥലത്ത്, അറിഞ്ഞൂടാത്തൊരു സ്ഥലത്ത് വരുമ്പം അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഇതൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ്, ഇത് ഏതെങ്കിലും തരത്തിലൊരു ഹെൽപ്പായി തീരുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. ഇനിയും എൻ്റെ കണ്ണിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടന്നാൽ അതും എനിക്കും കൂടെ ഉപയോഗപ്പെട്ട് എനിക്ക് യൂസ്ഫുൾ ആയതാണ്, അത് ബാക്കിയുള്ളവർക്ക് കൂടെ യൂസ്ഫുൾ ആവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും അത് വീഡിയോ ഇടും. അത് ഗണേഷ് കുമാർ സാറിൻ്റെ എന്നല്ല, ആരുടേതാണെങ്കിലും ഞാനത് വീഡിയോ ചെയ്യും. അപ്പം എനിക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞ ആ സ്റ്റാൻഡിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഇത്രത്തോളം മാറ്റം പത്തനാപുരത്ത് കൊണ്ടുവന്നുകൊണ്ട്, പത്തനാപുരത്ത് എന്നല്ല പലയിടത്തും സാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പത്തനാപുരത്തും വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മാറ്റവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് സാറിനോട് ഇപ്പോഴും റെസ്പെക്റ്റ് ആണ്. എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, അവരറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം
ഞാൻ ഒരു പാർട്ടിയിലും നിന്ന് പ്രവർത്തിക്കുകയല്ല. ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയുകയാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്, ഫാമിലി ഉണ്ട്, എന്നെ ചേർത്ത് പിടിക്കുന്നത്, എൻ്റെ സങ്കടത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്നത്, എൻ്റെ സന്തോഷത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. ഇനി നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അപ്പം മറക്കാതെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ എന്തുമാവട്ടെ അത് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ടാറ്റാ.